നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. TUV റെയിൻലാൻഡ് NIFE കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. തർക്കം മൂക്കുന്ന വ്യോമ സുരക്ഷ. വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് CISF. എയർപോർട്ട് അതോറിറ്റി ജീവനക്കാരുടെ ദേഹപരിശോധന ഒഴിവാക്കാനാകില്ല. സ്വർണ്ണക്കടത്തിന് ജീവനക്കാർ കൂട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടെന്ന് വിശദീകരണം. CISF നിലപാട്: വിമാനത്താവളങ്ങളിൽ പരിശോധനയ്ക്കും സുരക്ഷയ്ക്കും പ്രത്യേക സേന വേണമെന്ന് വ്യോമയാന മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ CISF യൂണിറ്റുകൾ വ്യോമയാന മന്ത്രാലയത്തിന്റെ കീഴിലാക്കണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശം. വ്യോമ സുരക്ഷയെ ബാധിക്കുന്ന പുതിയ നിർദ്ദേശങ്ങൾ കരിപ്പൂർ വെടിവയ്പിന്റെ പശ്ചാത്തലത്തിൽ. മുടങ്ങിയ പഠിപ്പിന് മുഖ്യന്റെ കുറ്റസമ്മതം. പാഠപുസ്തക വിവാദത്തിൽ ഒടുവിൽ സർക്കാർ തോൽവി സമ്മതിച്ചു. പാഠപുസ്തക അച്ചടി റീടെൻഡർ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പുസ്തക അച്ചടിയിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രിയുടെ കുറ്റസമ്മതം. റീടെൻഡർ നടപടികൾ പരമാവധി വേഗത്തിലാക്കുമെന്ന് മുഖ്യന്റെ ഉറപ്പ്. മണിപ്പാലിലെ സ്വകാര്യ പ്രസിനെ അച്ചടി ഏൽപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചത് ടെൻഡറിൽ ഒറ്റ കമ്പനി മാത്രമായ സാഹചര്യത്തിൽ. അച്ചടി സ്വകാര്യ പ്രസ്സുകൾക്ക് നൽകുന്നതിലൂടെ സർക്കാരിനുണ്ടാകുന്നത് കോടികളുടെ അധിക ചെലവ്. അധ്യയന വർഷം തുടങ്ങി 2 ആഴ്ച പിന്നിട്ടിട്ടും പുസ്തകമില്ലാതെ വിദ്യാർത്ഥികൾ. ഇനി അച്ചടിച്ചു കിട്ടാനുള്ളത് 44 ലക്ഷത്തോളം പുസ്തകങ്ങൾ. അഴിമതിക്ക് വഴിവെട്ടാൻ ലൈറ്റ് മെട്രോ പദ്ധതിക്ക് വീണ്ടും മുടക്ക്. ഇത്തവണ മുടക്കിട്ടത് IAS ഉദ്യോഗസ്ഥർ. DMRC തള്ളിയ നിർദ്ദേശം നടപ്പാക്കണമെന്ന ആവശ്യവുമായി ഉദ്യോഗസ്ഥർ. പുതിയ നീക്കം ശ്രീധരനെയും DMRCയെയും ഒഴിവാക്കാനെന്ന് കൗമുദി റിപ്പോർട്ട്. ലൈറ്റ് മെട്രോ ടെക്നോ പാർക്ക് വഴി വേണമെന്ന് ആവശ്യപ്പെടുന്നത് സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന IAS ഉദ്യോഗസ്ഥർ. ടെക്നോ പാർക്ക് വഴി ലൈറ്റ് മെട്രോ നടപ്പാക്കുന്നത് പ്രായോഗികമല്ലെന്ന് ശ്രീധരനും DMRCയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മെട്രോ റെയിൽ പാതകൾക്ക് അനുവദനീയമായ അളവിലും അധികം ഉയരത്തിലാണ് ടെക്നോ പാർക്ക്. ഇവിടേക്കായി കഴക്കൂട്ടം KSEB സ്റ്റേഷന് സമീപത്തായി മെട്രോ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ശ്രീധരന്റെ ആവശ്യം അവഗണിച്ചാണ് പുതിയ നീക്കം. മഴഭീതിയിൽ ആദ്യ ഏകദിനം നാളെ. ഇന്ത്യ ബംഗ്ലാദേശ് ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. മത്സരം വൈകിട്ട് 3-ന് ധാക്കയിൽ. ടെസ്റ്റ് ടീമിൽ നിന്ന് വിരമിച്ച ധോണി ഏകദിന നായകനായി മടങ്ങിയെത്തുന്ന പരമ്പരയിൽ 3 മത്സരങ്ങൾ. ധാക്കയിൽ ഒരാഴ്ചയായി തുടരുന്ന മഴ മത്സരത്തിന് ഭീഷണിയാകുമെന്ന് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശുമായുള്ള ഏക ടെസ്റ്റ് മത്സരം സമനിലയിൽ പിരിഞ്ഞ ശേഷം നടക്കുന്ന ഏകദിന മത്സരങ്ങൾ ഇരു ടീമുകൾക്കും നിർണായകം. ഇനി ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2510 രൂപ, പവൻ 20,080 രൂപ. വെള്ളി ഗ്രാമിന് 39.75 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. TUV റെയിൻലാൻഡ് NIFE കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.